ശ്രീമൻ നാരായണീയം ദശകം 2 ശ്ലോകം 8. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നിഷ്കാമം നിയത സ്വധർമ്മചരണം യൽകർമ്മ യോഗാഭിദം തദ്ദൂരേത്യ ബലം യദോപനിഷദ ജ്ഞാനോപലഭ്യം പുനഃ തത്വാദിക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദിവോ ത്വൽപ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്രീമൻ നാരായണീയ സാരാംശം. ഹരേ ഗുരുവായൂരപ്പ. ചാതുർവർണ്ണ്യങ്ങൾക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്ന അതാതു ധർമ്മങ്ങളുടെ അനുഷ്ഠാന രൂപമായ കർമ്മയോഗം കാലാന്തരത്തിൽ മാത്രം ഫലത്തെ ജനിപ്പിക്കുന്നതാണ്. വേദസാരഭൂതങ്ങളായ ഉപനിഷത്ത് വാക്യങ്ങളാൽ പ്രതിപാദിതമായിരിക്കുന്ന ബ്രഹ്മജ്ഞാനത്താൽ ലഭിക്കപ്പെടാവുന്ന മോക്ഷം എന്ന ഫലം ഇന്ദ്രിയ വിഷയമല്ലാത്തതിനാൽ ജ്ഞാനയോഗവും മനസ്സിന് അഗമ്യമായി ഭവിക്കുന്നു. ഭക്താവിഷ്ട വരദനായ ഭഗവാനെ, കർമ്മയോഗവും ജ്ഞാനയോഗവും അതിപ്രയാസ സാധ്യങ്ങളാകയാൽ ഭഗവാനിലുള്ള പ്രേമ സ്വരൂപിണിയായ ഭക്തിയോഗം തന്നെയാണ് അത്യന്തം ആസ്വാദ്യവും ശ്രേയസ്കരവും ആയിട്ടുള്ളത്. പരമാനന്ദരസ അനുഭൂതി എന്ന അതിൻ്റെ ഫലപ്രാപ്തി ക്ഷിപ്രസാധ്യമാണല്ലോ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പ ശരണം.